വടകരയിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത. യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ച് പാറക്കൽ അബ്ദുള്ള രംഗത്തെത്തി. സമാധാനം സൃഷ്ടിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്ന് പാറക്കൽ അബ്ദുള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം. അതേതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ല. ഇങ്ങനെ ഒരു സമാധാന പങ്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് മുൻകരുതൽ എന്ന നിലയിൽ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് വളരെ കൃത്യവും വ്യക്തവുമാണ്. ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ച് പോലീസ് അത് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഈ പ്രതികളെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. ആ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വ്യാജ വാട്സാപ്പ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ രക്ഷിക്കാനാണ് CPIM ശ്രമമെന്നാണ് MSFന്റെ ആരോപണം. വടകരയിൽ യോഗം വിളിച്ചു ചേർക്കേണ്ട കാര്യമില്ല എന്ന് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. സിക്കിം ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേ നിലപാട് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? വിളിക്കണോ വേണ്ടത് കളക്ടർ തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ പങ്കെടുക്കും. വിളിച്ചാൽ പങ്കെടുക്കും. എന്താ ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിനെന്താ ഒരു വിരോധമില്ല. VS രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. VS രഞ്ജിത്ത്, വോട്ട് എണ്ണുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കുക, സമാധാനം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും അതിലൂടെ ചില ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് MSF പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് രണ്ടു ഭാഗത്തായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? സുജയ, ഈ സർവകക്ഷി യോഗത്തിൽ പോലും CPM-ഉമായി സഹകരിക്കുന്നതിൽ വിമുഖതയുള്ള ലീഗിലെ ഒരു വിഭാഗമുണ്ട്. നേരത്തെ ലീഗും CPM-ഉം തമ്മിലുള്ള അന്ധധാരയെക്കുറിച്ചും ലീഗ് ഇടതുപക്ഷത്തേക്ക് എന്ന രീതിയിലുള്ള പ്രചാരണ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ വിവാദം തന്നെയാണിത്. ഒരു വിഭാഗം ലീഗ് നേതാക്കന്മാർക്ക് CPM-ഉമായി സഹകരിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ കോഴിക്കോട്, കണ്ണൂർ, വടകര ഭാഗത്തുള്ള ലീഗ് പ്രവർത്തകരൊക്കെ ഏത് സമയത്തും CPM-ഉമായി ഏറ്റുമുട്ടി, CPM-ഉമായി സംഘർഷമുണ്ടായി അവർ അതിനെ നേരിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും CPM-ഉമായി ഒരു സഹകരണത്തിന് അവർക്ക് ഒരു കാരണവശാലും തയ്യാറല്ല എന്നുള്ളതാണ് ഈ നജാഫിൻ്റെ വാക്കുകളിലൊക്കെ നമുക്ക് വ്യക്തമാവാൻ സാധിക്കും. നജാഫ് മാത്രമല്ല, വടകരയിലെ യൂത്ത് ലീഗിൻ്റെയൊക്കെ പ്രാദേശിക നേതാക്കന്മാരും ഇത്തരത്തിൽ അങ്ങനെ ഒരു സർവകക്ഷി യോഗം വിളിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അഭിപ്രായമായി പറഞ്ഞിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സർവകക്ഷി യോഗം വിളിക്കണം എന്നുള്ളതായിരുന്നു. അതിന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. മോഹനം പറഞ്ഞ് ഞാൻ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ചു, സർവകക്ഷി യോഗം വിളിക്കാൻ ഞങ്ങൾക്കും തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ CPM-ഉമായി സഹകരിച്ച സർവകക്ഷി യോഗം വേണ്ട എന്ന് തന്നെയാണ് വടകരയിലെ പ്രാദേശികമായ യൂത്ത് ലീഗിൻ്റെയും MSF-ൻ്റെയും ഒക്കെ അഭിപ്രായമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ചുകൊണ്ട് പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയുടെ മുൻ MLA-യും വടകരയിലെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള രംഗത്തെത്തുന്നു. അദ്ദേഹം പറയുന്നു സർവകക്ഷി യോഗം വിളിക്കട്ടെ, അതിൽ ഞങ്ങൾ പങ്കെടുക്കും. സമാധാനം സ്ഥാപിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. എന്നാൽ അത് CPM വിളിച്ചു ചേർക്കേണ്ട യോഗമല്ല, സർക്കാർ വിളിക്കട്ടെ, പങ്കെടുക്കും എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, കോൺഗ്രസിനും ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്നതിൽ അഭിപ്രായക്കേടുണ്ട്. കാരണം അവർക്കും ഈ ഘട്ടത്തിൽ ഒരു സർവകക്ഷി യോഗത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. മാത്രമല്ല അതിൽ ലീഗും CPM-ഉം തമ്മിൽ ഒരു ചർച്ച നടത്തി എന്നുള്ളതിനും കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞത് ആ ചർച്ചയെക്കുറിച്ചൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് K. മുരളീധരൻ പറയുന്നത് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചാൽ പങ്കെടുക്കും, പക്ഷേ അങ്ങനെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസിന് അഭിപ്രായമുള്ളതായി K. മുരളീധരനും പറഞ്ഞിട്ടില്ല.